ഓരോ ദിവസവും ജേഡ്സ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് നാഷണൽ ലെവലിലെ, ഇന്റർനാഷണൽ ലെവലിലെ, ഡൊമസ്റ്റിക് എന്നീ മേഖലയിലെ പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ അത് ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് ജേഡ്സ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമിനെ വളരെയധികം സഹായിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് എന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന രീതിയിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മളെന്നും അതിനുവേണ്ടി തന്നെ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അത് നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ എന്തൊക്കെയാണെന്ന്. ഇന്ന് ഓഗസ്റ്റ് 29 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: യൂണിയൻ മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് ഫസ്റ്റ് എവർ വേൾഡ് ക്ലാസ് മോണ്ടോ അത്ലറ്റിക് ട്രാക്ക്. ലോകോത്തര നിലവാരമുള്ള ആദ്യത്തെ മോണ്ടോ അത്ലറ്റിക്സ് ട്രാക്ക് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പം മോണ്ടോ അത്ലറ്റിക് ട്രാക്ക് ഇത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, ഏത് ദിവസത്തിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തിയാണ് ഈ ഒരു ദിവസം മോണ്ടോ അത്ലറ്റിക് ട്രാക്ക് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ദേശീയ കായിക ദിനത്തിൽ ഒളിമ്പിക് പാരാലിമ്പിക് മൂല്യങ്ങൾ ഉൾക്കൊണ്ടും ഫിറ്റ്നസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും എത്ര പേർ പ്രതിജ്ഞയെടുത്തു? 30 കോടി ആളുകൾ. ഇന്നലെ നാഷണൽ സ്പോർട്സ് ഡേ ആയിരുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 29 നാഷണൽ സ്പോർട്സ് ഡേ ആഘോഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ 2000-ഓളം സ്പോർട്സ് താരങ്ങളാണ് പ്രതിജ്ഞയെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഓൺലൈൻ വഴി 30 കോടി ജനങ്ങളാണ് പ്രതിജ്ഞയെടുത്തിട്ടുള്ളത്. ഇത് പാരാലിമ്പിക് മൂല്യങ്ങൾ ഉൾക്കൊണ്ടും ഫിറ്റ്നസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും ഉള്ള ആ ഒരു മേഖലയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു. ഇന്നലെയായിരുന്നു നാഷണൽ സ്പോർട്സ് ഡേ 2025 ആഘോഷിച്ചിട്ടുള്ളത്. ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ 120-ാം ജന്മദിനം ഏത് ദിവസമായിരുന്നു? 2025 ഓഗസ്റ്റ് 29. ഇന്നലെയായിരുന്നു ഹോക്കി ഇതിഹാസ താരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദിന്റെ 120-ാം ബർത്ത് ആനിവേഴ്സറി, ജന്മവാർഷികം. എല്ലാ വർഷവും ഓഗസ്റ്റ് 29 അദ്ദേഹത്തിന്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഓഗസ്റ്റ് 29. കൂടാതെ തന്നെ 120-ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു അദ്ദേഹത്തിന്റെ. മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ 120-ാം ജന്മദിനത്തിന്റെ ദേശീയ ആഘോഷത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. യുവജനകാര്യ കായിക തൊഴിൽ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ് ഇന്നലെ നടന്നിട്ടുള്ള 120-ാമത്തെ ബർത്ത് ആനിവേഴ്സറി ബന്ധപ്പെട്ട് മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ആ ഒരു വലിയൊരു പ്രോഗ്രാമിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള മോണ്ടോ അത്ലറ്റിക്സ് ട്രാക്ക് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്നലെ ന്യൂഡൽഹിയിലുള്ള ഒരു വലിയ സ്റ്റേഡിയം, അതായത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, JNU എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്റ്റേഡിയം, ഇവിടെ വേൾഡ് ക്ലാസ് മോണ്ടോ അത്ലറ്റിക് ട്രാക്ക് ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. മോണ്ടോ എന്നത് ഇറ്റലിയിലൊരു കമ്പനിയാണ്. ആ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും ഹൈ ക്ലാസ് ആയിട്ടുള്ള വേൾഡ് തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന സിന്തറ്റിക് ട്രാക്ക് ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്നലെ നാഷണൽ സ്പോർട്സ് ഡേ ബന്ധപ്പെട്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: GDP ഗ്രോത്ത് ക്വിക്കൻസ് ടു 5-quarter ഹൈ ഓഫ് 7.8%. GDP വളർച്ച 5-ാം പാദത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 7.8% ആയി. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും മെയിൻ പേജിലെ മെയിൻ ഹെഡിംഗ് ആണ് GDP ഗ്രോത്തിനെ കുറിച്ച്. അതായത് 7.8% ആണ് GDP ഗ്രോത്ത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഈ റിപ്പോർട്ട്. ആരാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്? എത്രയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് GDP ഗ്രോത്ത് ഓഗസ്റ്റിൽ പ്രതീക്ഷിച്ചത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 29 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ നിലവിലെ GDP വളർച്ച എന്താണ്? 7.8% ഇൻ ദി ഫസ്റ്റ് ക്വാർട്ടർ. ആദ്യ പാദത്തിൽ 7.8%. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ എന്നതാണ് ഫസ്റ്റ് ക്വാർട്ടർ. ആ ഫസ്റ്റ് ക്വാർട്ടറിലെ ഇന്ത്യയുടെ GDP റേറ്റ് ആണ് 7.8%. ഈ ഒരു ഡാറ്റ റിലീസ് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഇന്നലെയായിരുന്നു ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 29 റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്.
ഈ ഒരു പ്രതീക്ഷ, അതായത് ഇത്രയും വലിയൊരു ഗ്രോത്ത് ഒരിക്കലും ഇന്ത്യ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു പുതിയ താരിഫ് 50% താരിഫ് ആണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റം, അതായത് ഇത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഈ ഡാറ്റ തന്നെ GDP ഗ്രോത്ത് തന്നെ പറയുമ്പോൾ അത് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് വളരെയധികം ഒരു പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ഒരു ഡാറ്റയാണ് നൽകിയിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 6 RBI റിപ്പോർട്ട് പ്രകാരം GDPയുടെ പ്രതീക്ഷിക്കുന്ന വളർച്ച നിരക്ക് എത്രയായിരുന്നു? 6.5%. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 6 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ GDPയുടെ പ്രതീക്ഷ 6.5%. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ റിപ്പോർട്ട് അനുസരിച്ച് GDPയുടെ ഗ്രോത്ത് റേറ്റ് ആണ് 7.8%. ഇതേ രീതിയിൽ ഇന്ത്യ പോവുകയാണെങ്കിൽ ഇന്ത്യ ഉടനെ തന്നെ ലോകത്തിലെ ഏറ്റവും സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ കൺട്രി എന്ന ലെവലിലേക്ക് എത്തും. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ബ്രിക്സ് CCI ഹെൽത്ത് കെയർ സമ്മിറ്റ് 2025. ബ്രിക്സ് CCI ഹെൽത്ത് കെയർ ഉച്ചകോടി 2025. ബ്രിക്സ് നമുക്കറിയാം എന്താണെന്ന്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹെൽത്ത് കെയർ സമ്മിറ്റ് ആണ്, ഹെൽത്ത് കെയർ ഉച്ചകോടിയാണ് നടന്നിട്ടുള്ളത്. എവിടെയാണ് ഈ ഒരു ഉച്ചകോടി നടന്നിട്ടുള്ളത്? ഏത് മന്ത്രാലയമാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം എടുത്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. 2025 ഓഗസ്റ്റ് 29 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI ഹെൽത്ത് കെയർ ഉച്ചകോടി 2025 ആരാണ് അധ്യക്ഷത വഹിച്ചത്? കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീ പ്രതാപ് റാവു ജാദവ്. കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ആയുഷ് സഹമന്ത്രിയാണ് പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ബ്രിക്സ് CCI എന്ന ആ ഒരു സമ്മിറ്റ് നടന്നിട്ടുള്ളത്. CCI എന്നാൽ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്നാണ്. ഇപ്പോൾ ബ്രിക്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ഈ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീ പ്രതാപ് റാവു ജാദവ് ആണ്. 2025 ഓഗസ്റ്റ് 29 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI ഹെൽത്ത് കെയർ ഉച്ചകോടി 2025 ഏത് വിഷയത്തിലാണ് നടന്നത്? പാരമ്പര്യം, നവീകരണം, ബന്ധിപ്പിക്കൽ. ആയുർവേദവുമായി ബന്ധപ്പെട്ട ട്രഡീഷണൽ ആയിട്ടുള്ള ഒന്നാണ് പാരമ്പര്യവും നവീകരണം ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നായിരുന്നു ഇപ്പോൾ നടന്നിട്ടുള്ള ആ ഒരു തീം. ബ്രിഡ്ജിംഗ് ട്രഡീഷൻ ആൻഡ് ഇന്നോവേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മെത്തേഡിലേക്ക് മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ബ്രിക്സിന്റെ CCI ഹെൽത്ത് കെയർ സമ്മിറ്റ് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയുഷ് പ്രതാപ് റാവു ജാദവ് ആണ്. 2025 ഓഗസ്റ്റ് 29 വരെ ഇന്ത്യയിൽ എത്ര ആയുഷ് കോളേജുകളുണ്ട്? 500-ലധികം ആയുർവേദ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 1000-ലധികം ആയുഷ് കോളേജുകൾ. ഇന്നിപ്പോൾ ഏതാണ്ട് 1000-ഓളം ആയുഷ് കോളേജുകൾ, അതിൽ 500-ഓളം ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആയുർവേദ മേഖല. ഇതുമായി ബന്ധപ്പെട്ടുന്ന പല രാജ്യങ്ങളിലും ആയുഷ് മന്ത്രാലയം നിരവധി ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സുപ്രീം കോർട്ട് റിട്ടേൺസ് ടു ഫുൾ സ്ട്രെങ്ത്. സുപ്രീം കോടതി പൂർണ്ണ ശക്തിയിലേക്ക് തിരിച്ചെത്തി. സുപ്രീം കോടതിയുടെ എത്ര മെമ്പേഴ്സ് അടങ്ങുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടുള്ള ആ സ്ട്രെങ്ത് എത്തുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്ര സുപ്രീം കോടതി ജഡ്ജിമാർ ആവുകയും സുപ്രീം കോടതിയുടെ പൂർണ്ണമായിട്ടുള്ള ആ സ്ട്രെങ്ത്തിലേക്ക് എത്തുകയും ചെയ്തു? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ നിലവിലെ പൂർണ്ണ അംഗസംഖ്യ എത്ര? 34. ഇപ്പോഴത്തെ ഭരണഘടന പ്രകാരം സുപ്രീം കോടതിയുടെ 100% സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അത് 34 ആണ്. 34 ജഡ്ജിമാരാണ്. അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 34 ജഡ്ജിമാർ. 2025 ഓഗസ്റ്റ് 29 സുപ്രീം കോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരൊക്കെയാണ്? ജസ്റ്റിസുമാരായ അലോക് ആരാധെ, വിപുൽ M. പഞ്ചോളി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഓഗസ്റ്റ് 29 2 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇവർ സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. ഈ 2 പേർ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ആയപ്പോൾ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിലവിലെ സ്ട്രെങ്ത് 34-ഉം ഒപ്പം തന്നെ അതിൻ്റെ മാക്സിമം 34 എന്ന രീതിയിലേക്ക് എത്താനും സാധിച്ചു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? B.R. ഗവായ്. B.R. ഗവായ് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്.
ഇദ്ദേഹമാണ് ഇന്നലെ ജസ്റ്റിസ് അലോക് ആരാധയ്ക്കും വിപുൽ എം പാഞ്ചോളിക്കും സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായിട്ട് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. ഇതിൽ വിപുൽ എം പാഞ്ചോളി 2031 സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ സാധ്യതയുള്ള ഒരു ജഡ്ജിയാണ്. ഫിഡെ വേൾഡ് കപ്പ് 2025 ടു ബി ഹോസ്റ്റഡ് ഇൻ ഗോവ. ഫിഡെ 2025 ലോകകപ്പ് ഗോവയിൽ നടക്കും. എന്നാണ് ഗോവയിൽ ഫിഡെ 2025 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്? ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഏത് വർഷമാണ് ഫിഡെ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്? ആർക്കാണ് അന്ന് ടൈറ്റിൽ ലഭിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ചെസ് ലോകകപ്പ് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് നടക്കുക? ഗോവ. ഗോവയിലാണ് 2025 ചെസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 2025 ചെസ് ലോകകപ്പ് ഗോവയിൽ ഏതൊക്കെ തീയതികളിലാണ് നടക്കുക? 2025 ഒക്ടോബർ 30, നവംബർ 27. ഈ വർഷം ഒക്ടോബർ 30 ഗോവയിൽ ചെസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇത് നവംബർ 27 വരെ നടക്കാൻ പോകുന്ന ഒരു വേൾഡ് കപ്പ് ആണ്. ഇതിന് ഏതാണ്ട് പ്രൈസ് മണി എന്ന് പറയുമ്പോൾ $2 മില്യൺ ആണ്. $20 ലക്ഷം ഒരു ചെസ് ടൂർണമെന്റ് ആയിരിക്കുള്ളൂ നടക്കാൻ പോകുന്ന ഗോവയിലെ ഒക്ടോബർ 30 ടു നവംബർ 27 വരെയുള്ള ചെസ് വേൾഡ് കപ്പ്. ഹൈദരാബാദിൽ 2002 ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? വിശ്വനാഥ് ആനന്ദ്. ഇതിനു മുമ്പ് ചെസ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് 2002 അന്ന് അതിന്റെ ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ഒന്നാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വിശ്വനാഥ് ആനന്ദ് ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തായ്ലൻഡ് പ്രൈം മിനിസ്റ്റർ പെയ്റ്റോടാങ് ഷിനാവത്ര ഡിസ്മിസ്ഡ് ബൈ കോർട്ട്. തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്റ്റോടാങ് ഷിനാവത്രയെ കോടതി പുറത്താക്കി. എത്ര വർഷമാണ് പെയ്റ്റോടാങ് ഷിനാവത്ര തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത്? തായ്ലൻഡിന്റെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തായ്ലൻഡിന്റെ ഭരണഘടനാ കോടതി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയുടെ പേര് പെയ്റ്റോടാങ് ഷിനാവത്ര. പെയ്റ്റോടാങ് ഷിനാവത്ര തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ഈയടുത്ത് പെയ്റ്റോടാങ് ഷിനാവത്രയെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ ഒരു സ്ഥാനത്ത് നിന്ന്, പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തായ്ലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് പെയ്റ്റോടാങ് ഷിനാവത്രയെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തു. കംബോഡിയയുടെ മുൻ നേതാവ് ഹൻസെന്നുമായുള്ള വിവാദപരമായ ഫോൺ കോളിനെ തുടർന്ന് ധാർമ്മിക ദുഷ്പ്രവൃത്തി നടത്തിയതിനെ തായ്ലൻഡിൽ നിന്ന് ആരെയാണ് പുറത്താക്കിയത്? സസ്പെൻഡ് ചെയ്യപ്പെട്ട പെയ്റ്റോടാങ് ഷിനാവത്ര. പെയ്റ്റോടാങ് ഷിനാവത്രയെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ കംബോഡിയയിലെ മുൻ നേതാവായിട്ടുള്ള ഹൻസൻ ആയിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. പെയ്റ്റോടാങ് ഷിനാവത്രയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അതായത് ഈ ഒരു സംഭാഷണം ജനങ്ങൾക്ക് വേണ്ടിയും തായ്ലൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയും ആയിരുന്നു. എന്നാൽ അതിനെ വേറെ രീതിയിലേക്ക് അതിനെ വളച്ചൊടുക്കുകയും ഇന്നിപ്പോൾ തായ്ലൻഡിലെ ഭരണഘടനാ കോടതി അവരെ പുറത്താക്കുകയും ചെയ്തു എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. തായ്ലൻഡിലെ 4ാമത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആണ് ഇത്തരത്തിലുള്ള നീക്കത്തിലൂടെ പുറത്താക്കപ്പെട്ട പ്രൈം മിനിസ്റ്റർ. 2024 ഓഗസ്റ്റിൽ അധികാരമേറ്റ തായ്ലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? പെയ്റ്റോടാങ് ഷിനാവത്ര. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പെയ്റ്റോടാങ് ഷിനാവത്ര പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തിന് ചുമതലയേൽക്കുമ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. കേവലം 34 വയസ്സായിരുന്നു പെയ്റ്റോടാങ് ഷിനാവത്രയ്ക്ക്. തായ്ലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പെയ്റ്റോടാങ് ഷിനാവത്ര. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.